കല്ലിൽ കൊത്തിയെടുത്ത അത്ഭുതങ്ങളുടെ നാടാണ് മാമല്ലപുരം എന്നും അറിയപ്പെടുന്ന മഹാബലിപുരം. ശില്പങ്ങളും രഥങ്ങളും ഗുഹകളും പുരാണങ്ങളിലെ കഥാസന്ദർഭങ്ങളും ഒക്കെയായി ഓരോ കാഴ്ചയിലും ഈ പൗരാണിക തുറമുഖം നമ്മെ അതിശയിപ്പിക്കുന്നു. പഞ്ചരഥങ്ങളായാലും മഹിഷാസുരമർദിനി ഗുഹയായാലും ഷോർ ടെമ്പിൾ ആയാലും ഒക്കെ ഒരു അസാധാരണത്വമാണ് കാഴ്ചകളിൽ നിറയ്ക്കുന്നത്. എന്നാൽ മഹാബലിപുരം സന്ദർശനത്തിൽ അറിഞ്ഞോ അറിയാതെയോ വിട്ടുപോകുന്നൊരു സ്ഥലമുണ്ട്. ഒരുപക്ഷെ ഈ പറഞ്ഞ ഏത് സ്ഥലത്തേക്കാളും കുറച്ചുകൂടി അത്ഭുതം കാഴ്ചക്കാരിൽ നിറയ്ക്കുന്ന ഒരിടം. മാമല്ലപുരത്തെ കാഴ്ചകളിൽ ഒരിക്കലും വിട്ടുപോകരുതാത്ത ഒളകണ്ണേശ്വര ക്ഷേത്രത്തെക്കുറിച്ചും അതിന്റെ പ്രത്യേകതകളെക്കുറിച്ചും നമുക്ക് നോക്കാൻ ശ്രമിക്കാം. മഹാബലിപുരത്തെ നിർമ്മിതികളിൽ പലപ്പോഴും വേണ്ടത്ര പ്രസിദ്ധി കിട്ടാത്ത പോയ സ്ഥലങ്ങളിലൊന്നാണ് ഒളകണ്ണേശ്വര ക്ഷേത്രം. ഏറ്റവും പഴയ ലൈറ്റ് ഹൗസ് എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ക്ഷേത്രം വലിയൊരു കരിങ്കൽ പാറയുടെ മുകളിലായാണ് നിർമ്മിച്ചിരിക്കുന്നത്. മഹിഷാസുരമർദിനി ഗുഹകൾക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്നതിനാൽ പലപ്പോഴും ഈ ഗുഹയ്ക്കൊപ്പമാണ് ഒളകണ്ണേശ്വര മന്ദിറിനെ കണക്കാക്കി പോരുന്നത്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഇവിടം അധികം പ്രശസ്തമാകാത്തതും. മഹാബലിപുരത്തെ ഷോർ ടെമ്പിൾ അഥവാ കടപ്പുറത്തെ ക്ഷേത്രം പോലെ പല്ലവ രാജവംശ രാജാവായ രാജസിംഹന്റെ കാലത്താണ് ഒളകണ്ണേശ്വര ക്ഷേത്രവും പണികഴിപ്പിച്ചത്. 8ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്നാണ് ചരിത്രം പറയുന്നത്. പുരാവസ്തു ഗവേഷകനായ ആൽബർട്ട് ലോഹർസ്റ്റ് 1900 ഈ സ്ഥലത്ത് ഇന്നത്തെ ലൈറ്റ് ഹൗസ് നിർമ്മിക്കുന്നതിന് മുൻപ് ഒളകണ്ണേശ്വര ക്ഷേത്രത്തിന്റെ മേൽക്കൂര ഒരു ലൈറ്റ് ഹൗസായി പ്രവർത്തിക്കുന്നതായി പറഞ്ഞിട്ടുണ്ട്. 19ാം നൂറ്റാണ്ട് വരെ ഈ ക്ഷേത്രത്തിൽ ആരാധന നടത്തിയിരുന്നു. മഹിഷാസുരമർദിനി മണ്ഡപത്തിന് നേരെ മുകളിലായുള്ള കുന്നിന്റെ പുറത്തായാണ് ഈ ക്ഷേത്രമുള്ളത്. ഒളകണ്ണേശ്വരൻ എന്ന പദത്തിന് പല അർത്ഥങ്ങളും വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും അനുസരിച്ച് നൽകിപ്പോരുന്നു. നെറ്റിയിൽ ചന്ദ്രക്കലയോ ജ്ഞാനത്തിന്റെ കണ്ണോ അടങ്ങിയിരിക്കുന്ന ശിവക്ഷേത്രം എന്നാണ് അതിലൊന്ന്. ജ്വലിക്കുന്ന കണ്ണ് എന്ന ഈ വാക്കിന് അർത്ഥമുണ്ടായതിനാലും ആദ്യകാലങ്ങളിൽ നാവികർക്കായി ഒരു ലൈറ്റ് ഹൗസ് എന്ന നിലയിലും ഈ ക്ഷേത്രം ഉപയോഗപ്പെടുത്തിയിരുന്നതായി ചരിത്രം പറയുന്നു. കുന്നിന് താഴെ കടലിനോട് അഭിമുഖമായി നിൽക്കുന്ന ഷോർ ടെമ്പിളിന് സദൃശ്യമായ നിർമ്മാണ രീതിയാണ് ഒളകണ്ണേശ്വര ക്ഷേത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷോർ ടെമ്പിളിനൊരു ശിക്കാരയുണ്ടെങ്കിലും ഒളകണ്ണേശ്വര ക്ഷേത്രത്തിന്റേത് കേടുപാടുകൾ സംഭവിച്ച നിലവിൽ ക്ഷേത്രത്തിനൊരു ദീർഘചതുരാകൃതിയാണുള്ളത്. ക്ഷേത്രഗോപുരവും ദ്രാവിഡ വാസ്തുവിദ്യയുടെ സ്വാധീനത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന പ്രത്യേകതയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ശിവനെയാണ് ഇവിടെ ഒളകണ്ണേശ്വരനായി ആരാധിച്ചു പോരുന്നത്. 18ാം നൂറ്റാണ്ടിന്റെ അവസാനമോ 19ാം നൂറ്റാണ്ടിന്റെ തുടക്കമോ ആയപ്പോഴേക്കും ശിവലിംഗം ക്ഷേത്രത്തിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടു. ഈ സമയത്ത് ക്ഷേത്രത്തിന്റെ പ്രവർത്തനം നിർത്തുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു എന്നതിനോടൊപ്പം അതിന്റെ മുകൾ ഭാഗവും നഷ്ടപ്പെട്ടിരുന്നു. മഹാബലിപുരത്തിന്റെ പൊതു സ്വഭാവമായ നിർമ്മിതികൾ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ഈ ക്ഷേത്രത്തിൽ വേറിട്ട് നിൽക്കുന്നത് പ്രധാന ശ്രീകോവിലിലെ ദ്വാരപാലകരുടെ രൂപങ്ങളാണ്. ദ്വാരപാലകർ പ്രവേശന കവാടത്തിലാണെങ്കിൽ അകത്തെ ചുവരുകളിൽ അക്കാലത്തെ പുരാണ കഥകളുടെ ശില്പങ്ങളുണ്ട്. 19ാം നൂറ്റാണ്ടിൽ ഈ പ്രദേശത്ത് നിരവധി പ്രധാന കപ്പലുകൾക്ക് അപകടങ്ങൾ സംഭവിച്ചതിനെ തുടർന്ന് ഉപേക്ഷിക്കപ്പെട്ട ഒളകണ്ണേശ്വര ക്ഷേത്രത്തിന് മുകളിൽ ലൈറ്റ് ഹൗസ് സ്ഥാപിക്കാൻ ഒരു പ്രാദേശിക പോർട്ട് ഓഫീസർ നിർദ്ദേശിച്ചു. മഹാബലിപുരം പുരാതന കാലം മുതലേ തിരക്കേറിയ തുറമുഖമായിരുന്നു. ചില പ്രാദേശിക ഐതിഹ്യങ്ങൾ അനുസരിച്ച് കപ്പലുകളെ സഹായിക്കാൻ മഹാബലിപുരം കുന്നുകളുടെ മുകളിൽ തീ കത്തിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു. ഒരു വലിയ എണ്ണ സംഭരണിക്ക് ഉപയോഗിക്കാവുന്ന പോലുള്ള ഒരു കുഴി ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ നമുക്കിന്നും കാണാൻ സാധിക്കും.